എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ പ്രകാശ് ചൈതന്യ. നമുക്കിന്ന് അഭിമന്യുവിനെ കുറിച്ച് നോക്കാം. മഹാഭാരതത്തിലെ ഒരു ദുരന്ത കഥാപാത്രമാണ് അഭിമന്യു. പാണ്ഡവനായ അർജുനനെ ശ്രീകൃഷ്ണ സഹോദരിയായ സുഭദ്രയിൽ ജനിച്ച മകനാണ് ഇദ്ദേഹം. ചന്ദ്രൻ്റെ അംശാവതാരമായി വിശേഷിപ്പിക്കുന്ന അഭിമന്യു അച്ഛനോളം പോന്ന വില്ലാളിയായിരുന്നു. അമ്മയുടെ രാജ്യമായ ദ്വാരകയിലാണ് അഭിമന്യുവിൻ്റെ ചെറുപ്പകാലം കടന്നുപോയത്. ശ്രീകൃഷ്ണപുത്രനായ പ്രദ്യുമ്നനായിരുന്നു ആദ്യ ഗുരു. പിന്നീട് അച്ഛൻ അർജുനനും അദ്ദേഹത്തെ ആയോധനകല അഭ്യസിപ്പിച്ചു. അമ്മയുടെ വീട്ടിൽ വളർന്നതിനാൽ അമ്മാവൻ ശ്രീകൃഷ്ണൻ്റെ പ്രത്യേക ശിക്ഷണത്തിൽ വളരാനും അഭിമന്യുവിന് സാധിച്ചു. വിരാട രാജകുമാരിയായ ഉത്തരയെയാണ് അഭിമന്യു വിവാഹം കഴിച്ചത്. കുരുക്ഷേത്ര യുദ്ധത്തിന് തൊട്ടു മുമ്പ് വിരാട രാജ്യവുമായി പാണ്ഡവന്മാർക്ക് ദൃഢബന്ധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ അർജുനൻ നേരിട്ട് ഇടപെട്ടാണ് ഈ വിവാഹം നടത്തിയത്. മഹാഭാരത യുദ്ധത്തിൻ്റെ 13-ാം ദിവസമാണ് അഭിമന്യുവിൻ്റേതായി മാറിയത്. അന്നേ ദിവസം ചക്രവ്യൂഹം ചമച്ച് അത് തകർക്കാൻ കൗരവർ പാണ്ഡവരെ വെല്ലുവിളിച്ചു. ശ്രീകൃഷ്ണനും അർജുനനും ചക്രവ്യൂഹം ഭേദിച്ച് ശത്രുക്കളെ പരാജയപ്പെടുത്തുന്ന വിദ്യ അറിയാമായിരുന്നതിനാൽ പാണ്ഡവർ വെല്ലുവിളി സ്വീകരിച്ചു. എന്നാൽ ശ്രീകൃഷ്ണനെയും അർജുനനെയും യുദ്ധമുന്നണിയുടെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി പാണ്ഡവരെ പരാജയപ്പെടുത്താനായിരുന്നു കൗരവരുടെ പദ്ധതി. ഈ ദൗത്യം സംശപ്തകന്മാർ ഭംഗിയായി നിർവഹിച്ചു. അതോടെ ചക്രവ്യൂഹം ഭേദിക്കാൻ സാധിക്കാതെ പാണ്ഡവർ കുഴങ്ങി. ഇതിനെ തുടർന്ന് ചക്രവ്യൂഹത്തിനുള്ളിൽ കിടക്കാൻ അറിയാമായിരുന്ന 16-കാരനായ അഭിമന്യു ഈ ദൗത്യം ഏറ്റെടുക്കാൻ ഉറച്ചു. എന്നാൽ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അഭിമന്യുവിന് സാധിക്കില്ലെന്ന് അറിയാമായിരുന്നു മറ്റു പാണ്ഡവന്മാർക്ക്. അഭിമന്യുവിനോടൊപ്പം ചക്രവ്യൂഹം ഭേദിച്ച് ഉള്ളിലേക്ക് കയറാനായിരുന്നു അവരുടെ തീരുമാനപ്രകാരം അഭിമന്യു ചക്രവ്യൂഹം ഭേദിക്കാൻ തയ്യാറായി. ദ്രോണാചാര്യരുടെ നേരെ തേര് നയിക്കാനായിരുന്നു അഭിമന്യു ആദ്യം തന്നെ തേരാളിക്ക് നൽകിയ ആജ്ഞ. എന്നാൽ യുദ്ധനിപുണനായ ദ്രോണരുടെ മുന്നിലേക്ക് ബാല്യം വിട്ടുമാറാത്ത അഭിമന്യുവിനെ നയിക്കുന്നതിൽ പന്തികേട് കണ്ട തേരാളി അറച്ചുനിന്നു. പക്ഷേ അഭിമന്യുവിൻ്റെ നിരന്തരമായ ആജ്ഞയുടെ അടിസ്ഥാനത്തിൽ തേരാളി ദ്രോണാചാര്യരുടെ നേരെ തേര് നയിക്കുകയും ചക്രവ്യൂഹം ഭേദിച്ച് ഉള്ളിൽ കയറുകയും ചെയ്തു. എന്നാൽ അഭിമന്യുവിനോടൊപ്പം മറ്റുള്ളവർക്കും ചക്രവ്യൂഹത്തിനുള്ളിലേക്ക് കടക്കാമെന്ന പാണ്ഡവരുടെ മോഹം സിന്ധു രാജാവായ ജയദ്രഥൻ തകർത്തു. അർജുനനെ ഒഴിച്ചുള്ള പാണ്ഡവരെയെല്ലാം ഒരു ദിവസം മുഴുവൻ തടഞ്ഞു നിർത്താനുള്ള വരം ഇദ്ദേഹം പരമശിവനിൽ നിന്ന് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതോടെ ചക്രവ്യൂഹം ചമച്ചു നിൽക്കുന്ന കൗരവരുടെ മുന്നിൽ അഭിമന്യു ഒറ്റപ്പെട്ടെങ്കിലും അതിഭയങ്കരമായ യുദ്ധത്തിനാണ് പിന്നീട് കുരുക്ഷേത്രം സാക്ഷ്യം വഹിച്ചത്. ദുര്യോധനപുത്രൻ ലക്ഷ്മൺ, അംശകൻ്റെ പുത്രൻ, ശല്യരുടെ ഇളയ സഹോദരൻ, ശല്യരുടെ മകൻ രുക്മാരഥൻ, ദൃഗ്ഗലോചനൻ, കുന്തവേദി, സുഷേണൻ, വാസതിയൻ, ക്രതൻ തുടങ്ങി ഒട്ടേറെ വീരശൂര പരാക്രമികൾക്ക് അഭിമന്യുവിൻ്റെ മുന്നിൽ ജീവൻ വെടിയേണ്ടി വന്നു. കർണൻ അഭിമന്യുവിൻ്റെ മുന്നിൽ നിന്ന് തോറ്റോടിപ്പോയപ്പോൾ ദുശാസനൻ യുദ്ധമുന്നണിയിൽ മോഹാലസ്യപ്പെട്ടു വീണു. മകൻ കൊല്ലപ്പെട്ടെന്നറിഞ്ഞ ദുര്യോധനൻ കൗരവരോടൊന്നടങ്കം അഭിമന്യുവിനോട് എതിരിടാൻ ആജ്ഞാപിച്ചു. ഇതോടെ യുദ്ധ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി കൗരവർ എല്ലാവരും ചേർന്ന് ഒറ്റയാനായി നിൽക്കുന്ന അഭിമന്യുവിനോട് എതിരിട്ടു. ഇത്രയൊക്കെയായിട്ടും പതറാതെ മുന്നേറിക്കൊണ്ടിരുന്ന അഭിമന്യുവിനെ കണ്ട് കൗരവർ നിരാശരായി. ദ്രോണാചാര്യരുടെ ഉപദേശത്തെ തുടർന്ന് കർണൻ പിന്നിൽ നിന്ന് അമ്പെയ്ത് അഭിമന്യുവിൻ്റെ വില്ല് തകർത്തു. പിന്നീട് തേര് തകർക്കുകയും തേരാളിയെയും കുതിരകളെയും കൊല്ലുകയും ചെയ്തു.
പിന്നീട് കുതിരകളുടെയും ആനകളുടെയും പുറത്തു കയറി വാളെടുത്ത് അഭിമന്യു യുദ്ധത്തിനൊരുങ്ങി. തേർചക്രമായിരുന്നു പരിചയായി ഉപയോഗിച്ചത്. ദുര്യോധന പുത്രനായ ലക്ഷ്മണനെ അഭിമന്യു കൊന്നു. തുടർന്ന് ദുശാസനൻ്റെ പുത്രനുമായി നേരിട്ട് എതിരിടുകയായിരുന്നു അഭിമന്യു. ഈ സമയം കൗരവർ ഒന്നടങ്കം അദ്ദേഹത്തോട് എതിരിടുകയും വാളും തേർചക്രവും തകർക്കുകയും ചെയ്തു. തുടർന്ന് നിരായുധനായ അഭിമന്യുവിൻ്റെ ശിരസ് ദുശാസനപുത്രൻ ഗദ കൊണ്ട് അടിച്ചു തകർത്തു. എങ്കിലും മരിക്കുന്നതിന് മുമ്പ് ദുശാസനപുത്രനെ അഭിമന്യു സ്വന്തം ഗദ കൊണ്ട് അടിച്ചു സാരമായി പരിക്കേൽപ്പിച്ചു. മഹാഭാരത യുദ്ധത്തിൽ യുദ്ധനീതി കാറ്റിൽ പറന്നത് അഭിമന്യുവിൻ്റെ മരണത്തോടെയാണ്. പിന്നീട് നിരായുധനായ കർണനെ കൊല്ലാൻ മടിച്ചു നിന്ന അർജുനനെ ശ്രീകൃഷ്ണൻ ഓർമ്മിപ്പിച്ചത് അഭിമന്യുവിനെ കൊന്ന രീതിയായിരുന്നു. ദുര്യോധനനെ കൊല്ലാൻ ഭീമന് ഉപദേശം നൽകിയതും ഇതേ അടിസ്ഥാനത്തിൽ തന്നെ. എന്തുകൊണ്ട് അഭിമന്യു അൽപായുസായി? എന്തുകൊണ്ട് അമ്മാവനായ കൃഷ്ണൻ രക്ഷിച്ചില്ല? സ്വാഭാവികമായും എല്ലാവർക്കും തോന്നാവുന്ന ഒരു സംശയമാണിത്. വീരയോദ്ധാവിൻ്റെ പൂർവജന്മത്തെക്കുറിച്ച് മഹാഭാരതത്തിലുള്ള ഒരു കഥ നമുക്ക് നോക്കാം. ഭൂമിയിൽ ദുഷ്ടസർഗം വർദ്ധിച്ചു വന്ന നാളുകളിൽ ദേവന്മാർ കൂടിയാലോചന നടത്താനായി സമ്മേളിച്ചു. ഓരോ ദേവനും ഏതേത് രൂപങ്ങളിൽ ഭൂമിയിൽ അവതരിക്കണമെന്നതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്തു തുടങ്ങി. മഹാവിഷ്ണു അപ്പോൾ ചന്ദ്രനോട് ഇങ്ങനെ പറഞ്ഞു: ദേവ, അങ്ങയുടെ പുത്രൻ ഭൂമിയിൽ അവതരിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഭഗവാന്റെ വാക്കുകൾ കേട്ടപ്പോൾ ചന്ദ്രൻ ആകെ സങ്കടത്തിലായി. ഭഗവാന്റെ നിർദ്ദേശം നിരസിക്കുന്നതെങ്ങനെ? ചന്ദ്രൻ പറഞ്ഞു: ഭഗവാനെ, എൻ്റെ പുത്രനായ വർച്ചസ് എൻ്റെ ജീവനാണ്. അവനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് സാധിക്കില്ല. എങ്കിലും ദേവനിയോഗത്തിന് തടസ്സം നിൽക്കാൻ ഞാൻ ആളല്ല. അതിനാൽ ഒരു ഉടമ്പടിക്ക് അങ്ങ് തയ്യാറാകണം. ഭൂമിയിൽ അർജുനൻ്റെ പുത്രനായി അവൻ ജനിക്കട്ടെ. പക്ഷേ കുറച്ച് വർഷങ്ങൾ മാത്രമേ അവൻ ഭൂമിയിൽ വസിക്കാവൂ. അതിനുശേഷം കുരുക്ഷേത്ര യുദ്ധത്തിൽ ശത്രുക്കളുടെ ചക്രവ്യൂഹത്തിൽ പ്രവേശിച്ച് അവൻ മരിക്കണം. വിഷ്ണുദേവൻ ആ ഉടമ്പടി സമ്മതിച്ചു. അങ്ങനെ വർച്ചസ് അഭിമന്യുവായി സുഭദ്രയുടെ ഉദരത്തിൽ ജനിച്ചു. കുരുക്ഷേത്ര യുദ്ധത്തിൽ അഭിമന്യു കൊടുങ്കാറ്റിനെ പോലെ സംഹാര താണ്ഡവമാടി. വ്യൂഹത്തിൽ നിന്നും പുറത്തു വരാൻ അഭിമന്യുവിന് സാധിച്ചില്ല. ഒടുവിൽ വീരമൃത്യു വരിച്ചു. ഇവിടെ അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കാതെ വന്നതിന് ഒരു കാരണമുണ്ട്. സുഭദ്ര ഗർഭവതിയായിരുന്ന നാളിൽ ഒരു ദിവസം അന്തഃപുരത്തിൽ എഴുന്നള്ളിയ ജ്യേഷ്ഠനായ ശ്രീകൃഷ്ണനോട് സുഭദ്ര പറഞ്ഞു: ജ്യേഷ്ഠ, പല വിധത്തിലുള്ള ആയുധപ്രയോഗ രീതികളും അങ്ങ് എനിക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ ചക്രവ്യൂഹം ചമയ്ക്കുന്നത് എങ്ങനെയെന്ന് മാത്രം പറഞ്ഞു തന്നില്ല. എനിക്ക് ചക്രവ്യൂഹം ഉപദേശിച്ചാലും. തൻ്റെ സഹോദരിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഭഗവാൻ തീർച്ചയാക്കി. അനുജത്തി ചക്രവ്യൂഹ നിർമ്മാണം അസാധാരണ പരാക്രമിയായ ഒരുവന് മാത്രമേ സാധിക്കുകയുള്ളൂ. വണ്ടിച്ചക്രത്തിൻ്റെ ആകൃതിയിൽ നിർമ്മിക്കുന്ന വ്യൂഹത്തെ ഭേദിക്കാൻ ചക്രവ്യൂഹ നിർമ്മാണത്തേക്കാൾ കഴിവ് ആവശ്യമാണ്. ഇങ്ങനെ ഭഗവാൻ ചക്രവ്യൂഹ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ വിവരിച്ചു കൊടുത്തു. സുഭദ്ര എല്ലാം ശ്രദ്ധാപൂർവം മൂളിക്കേട്ടിരുന്നു. ചക്രവ്യൂഹം ഭേദിച്ച് അകത്തു കടക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ കൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സംശയം തോന്നി. താൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നത് സുഭദ്ര തന്നെയാണോ? ഭഗവാൻ അല്പനേരത്തേക്ക് സംസാരം നിർത്തി നോക്കിയപ്പോൾ തൻ്റെ സഹോദരി ഇരിപ്പിടത്തിൽ തലചായ്ച്ച് മയങ്ങുന്നതാണ് കൃഷ്ണൻ കണ്ടത്. എങ്കിൽ താൻ പറയുന്നത് മൂളിക്കേൾക്കുന്നത് ആരാണ്? ശ്രീകൃഷ്ണൻ ശ്രദ്ധാപൂർവം വീക്ഷിച്ചു. സുഭദ്രയുടെ ഉദരത്തിൽ നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നതെന്നും ആ ശിശു ചക്രവ്യൂഹ നിർമ്മാണവും അതിനകത്ത് പ്രവേശിക്കുന്നതും ശ്രദ്ധാപൂർവം പഠിച്ചിരിക്കുന്നുവെന്നും ഭഗവാന് മനസ്സിലായി. പെട്ടെന്ന് ശ്രീകൃഷ്ണൻ ചന്ദ്രദേവൻ്റെ അഭ്യർത്ഥന ഓർമ്മ വന്നു. ചക്രവ്യൂഹത്തിൽ പ്രവേശിച്ച് വർച്ചസ് മരിക്കണമെന്നല്ലേ ചന്ദ്രദേവൻ ആഗ്രഹിക്കുന്നത്?
അങ്ങനെയാണെങ്കിൽ ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു വരുന്ന രീതി ഇനി പറയേണ്ടതില്ലെന്ന് ഭഗവാൻ തീർച്ചയാക്കി. ഇങ്ങനെ ഗർഭസ്ഥനായിരുന്ന സമയത്ത് ഭഗവാനിൽ നിന്ന് കേട്ടു പഠിച്ച അറിവ് ഉപയോഗിച്ചാണ് അഭിമന്യു ചക്രവ്യൂഹത്തിൽ പ്രവേശിച്ചത്. ചന്ദ്രദേവനും ഭഗവാനും തീർച്ചയാക്കിയതുപോലെ അതിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കാതെ അഭിമന്യു മരണപ്പെട്ടു തൻ്റെ പിതാവിൻ്റെ അടുത്തെത്തി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.